പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് പി വി ഗംഗാധരൻ വിട പറഞ്ഞിട്ട് ഇന്ന് ഒരു കൊല്ലം തികയുകയാണ്. പി വി ജി എന്ന പേരിൽ വാത്സല്യത്തോടെ ആളുകൾ വിളിക്കുന്ന പി വി ഗംഗാധരൻ സിനിമയിൽ മാത്രമല്ല വ്യവസായ മാധ്യമരംഗങ്ങളിലും തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഒരു അടിമുടി ശുദ്ധനായൊരു മനുഷ്യൻ. കൈവച്ച മേഖലകൾ അനവധിയാണെങ്കിലും അറിയപ്പെട്ടതേറെയും ചലച്ചിത്ര മേഖലയിൽ തന്നെയാണ്. 1977 സുജാത എന്ന ചിത്രം നിർമ്മിച്ചുകൊണ്ടാണ് ചലച്ചിത്ര നിർമ്മാണ രംഗത്തേക്ക് പി വി ജി അരങ്ങേറ്റം കുറിച്ചത്. സ്വാതന്ത്ര്യസമര സേനാനിയായ പി വി സ്വാമിയുടെയും മാധവി സ്വാമിയുടെയും മകനായി 1943 ജനിച്ച ഗംഗാധരൻ എക്കാലത്തും ദേശീയതയുടെയും മതേതരത്വത്തിന്റെയും വക്താവായിരുന്നു. ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ളവർക്ക് എന്നും പി വി ജി നിറപുഞ്ചിരിയോടെയുള്ള ഒരു സൗഹൃദ സാന്നിധ്യമാണ്. പി വി ജി ഒരു വളരെ സ്നേഹത്തോടെ സൗഹൃദത്തോടെ സിനിമാ രംഗത്തുള്ള എല്ലാവരുമായിട്ട് ഇടപെടുന്നൊരു വ്യക്തിത്വമായിരുന്നു. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലും പി വി ജിയുടെ കയ്യൊപ്പുണ്ട്. വികസന പ്രവർത്തനങ്ങൾക്കെന്നും മുൻനിരയിൽ പി വി ജി ഉണ്ടായിരുന്നു. മലബാർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ പ്രസിഡന്റായി വ്യാവസായിക വികസന രംഗത്ത് ശ്രദ്ധേയമായ ഇടപെടൽ നടത്തി. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാനായും ഫിലിം ചേംബർ പ്രസിഡന്റായും സിനിമാ മേഖലയിൽ ശ്രദ്ധേയ ഇടപെടലുകളാണ് പി വി ജി നടത്തിയത്. നേട്ടങ്ങളുടെ പട്ടികയൊന്നും ഉയർത്തി പി വി ജി അവകാശവാദങ്ങൾ ഒരിക്കലും നിരത്തിയിട്ടില്ല. എന്നും സൗഹൃദങ്ങളുടെ സൗമ്യ സാന്നിധ്യമാണ് കോഴിക്കോട്ടുകാരുടെ അല്ല മലയാള സിനിമയുടെ പ്രിയപ്പെട്ട പി വി ജി. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. സ്നേഹത്തിൻ്റെ സൗമ്യ മുഖമായിരുന്നു എന്നും പി വി ജിയെ നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. അദ്ദേഹം നിർമ്മിച്ചു വെച്ച കുറേ നല്ല ചിത്രങ്ങൾ മലയാളിക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇടപെട്ട മണ്ഡലങ്ങളുടെ ഓർമ്മകളുമുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മൾ നിലനിർത്തുക തന്നെ ചെയ്യും. എത്ര കാലം പോയാലും ഈ സിനിമകളൊക്കെ തന്നെ കാലാതിവർത്തിയായി നിലനിൽക്കും, ഉറപ്പാണ്.